ഐക്യമുന്നണി ഐക്യം പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മുമ്പിൽ CPM മറ്റു ശക്തികളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു ശത്രുവല്ല, ഒരു വെല്ലുവിളിയല്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഐക്യത്തോടു കൂടി നിന്നതിൻ്റെ ഒരു വിജയം തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2026 നിഷ്പ്രയാസം കേരളത്തിലെ ജനങ്ങൾ UDFന് നെഞ്ചിലേറ്റുമെന്നതിൻ്റെ തെളിവാണ് ഈ വിജയം. DCC പ്രസിഡന്റ് VS ജോയ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ എന്തൊക്കെയാ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചും നമ്മോടൊപ്പം സംസാരിക്കുകയാണ്. വലിയ വിജയം, അതായത് ഒരു PV അൻവർ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥി 20,000 വോട്ട് പിടിച്ചിട്ടും 11,000-ലധികം ഭൂരിപക്ഷത്തിലുള്ള വിജയം. എങ്ങനെയാണ് ഈ വിജയത്തെ കാണുന്നത്? ശരിക്കും ഞങ്ങൾ ഈ വിജയത്തെ 2026 ഒരു ചവിട്ടുപടി, ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. വലിയ ആത്മവിശ്വാസവും ആവേശവും ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു വിജയമാണ്. പിണറായി വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നും ഞങ്ങൾ ഉറച്ചു പ്രതീക്ഷിച്ചിരുന്നു. നിലമ്പൂർ നിയമസഭാ മണ്ഡലം അങ്ങനെ UDFന് അനുകൂലമായ ഒരു മണ്ഡലമൊന്നല്ല. ഡീലിമിറ്റേഷന് ശേഷം ആര്യാടൻ സാറ് തുടർച്ചയായി വിജയിച്ചിരുന്നു എങ്കിലും 2011 ഞങ്ങൾക്ക് 6,000-ൽ-അധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ്. അത് ഡീലിമിറ്റേഷന് ശേഷം ഇതിൽ ഉറച്ച ചില ഞങ്ങൾക്ക് മേൽക്കൈയുള്ള പല മണ്ഡലങ്ങളും വണ്ടൂരിലേക്കും എറണാകുളത്തിലേക്കൊക്കെ കൂട്ടിച്ചേർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. നിലമ്പൂർ മണ്ഡലം ഇടതുപക്ഷത്തിനുകൂടി അടിത്തറുള്ള ഒരു മണ്ഡലമാണ്. അവിടെ ഒരു ബലാബലമുള്ള ഈ മണ്ഡലത്തിൽ 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറയുമ്പോൾ അത്രയേറെ പിണറായി വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. 99 സീറ്റുമായി പിണറായി അധികാരത്തിൽ വരുമ്പോൾ അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റാണ്. ഞങ്ങളുടെ ഒരു പരമ്പരാഗത മണ്ഡലം എന്ന രീതിയിലാണെങ്കിൽ പോലും ഇടതുപക്ഷം 2 തവണ ജയിച്ച ഒരു സിറ്റിംഗ് സീറ്റിൽ പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ അധികാരത്തിൻ്റെ അംശവടി ഉപയോഗിച്ച് എല്ലാ സ്വാധീനവും ഉപയോഗിച്ച് ജയിക്കാൻ ശ്രമിച്ചപ്പോഴും അതിനെല്ലാം പ്രതിരോധിച്ച് ഒറ്റക്കെട്ടായി നിന്ന് CPMൻ്റെ ഒരു സംസ്ഥാന നേതാവിന് മറ്റിടങ്ങളിലൊക്കെ സ്വതന്ത്രന്മാരെയാണ്. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ തന്നെ പരാജയപ്പെടുമ്പോൾ CPMന് ആ പരാജയത്തിൻ്റെ ഭാവഭാരം കഴുകിക്കളഞ്ഞ് പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. CPM ഉത്തരം പറഞ്ഞാൽ മതിയാവും. അപ്പോൾ ശക്തമായ പിണറായി വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിലുണ്ട്. 2026 100 സീറ്റോടുകൂടി UDFന് അധികാരത്തിലെത്താൻ കഴിയുന്ന ഒരു ട്രെൻഡ് ഉണ്ട് എന്നതാണ് ഈ വിജയത്തിൻ്റെ ഏറ്റവും വലിയ ത്രെഡായി ഞങ്ങൾ കാണുന്നത്. ഇതിൽ ഏറ്റവും ഒരു ടീം വർക്ക് നമ്മൾ കാണുന്നുണ്ടായത് മുസ്ലിം ലീഗ് ആണെങ്കിലും കോൺഗ്രസിൻ്റെ തന്നെ പ്രവർത്തകരും നേതാക്കളൊക്കെ തന്നെ ആ ഒരു ടീം സ്പിരിറ്റ് എത്രത്തോളം ഉണ്ടായിരുന്നു താഴെത്തട്ടിൽ വരെ? നല്ല രീതിയിലുണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് നിലമ്പൂരിലെ ആളുകളെ സംബന്ധിച്ച് 9 വർഷമായി ഞങ്ങൾക്ക് MLA ഇല്ല. അതിൻ്റെ പ്രയാസങ്ങൾ ഞങ്ങൾ നന്നായി അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ അണികൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിരുന്നു, ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ മണ്ഡലം നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ ജില്ലയിലാണെങ്കിലും UDFനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും സുവർണകാലമാണ്. UDFൻ്റെ ബന്ധങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഒരഭിപ്രായ വ്യത്യാസമില്ല. സംസ്ഥാനത്ത് ഞങ്ങളെ സംബന്ധിച്ചൊരു ജീവൻ മരണ പോരാട്ടമാണ്. നിലമ്പൂരില്ലെങ്കിൽ ഇനി ഇല്ല എന്നതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ മുമ്പിലുള്ള അവസ്ഥ. ഒരു ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ട് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് അരയും തലയും മുറുക്കി ഞങ്ങൾ രംഗത്ത് വന്നു. ഐക്യമുന്നണി ഐക്യം പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മുമ്പിൽ CPM മറ്റു ശക്തികളൊന്നും ഞങ്ങളുടെ മുമ്പിൽ ഒരു ശത്രുവല്ല, ഒരു വെല്ലുവിളിയല്ല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഐക്യത്തോടു കൂടി നിന്നതിൻ്റെ ഒരു വിജയം തന്നെയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിൽ ഉണ്ടായിട്ടുള്ളത്. ഐക്യത്തോടു കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 2026 നിഷ്പ്രയാസം കേരളത്തിലെ ജനങ്ങൾ UDFന് നെഞ്ചിലേറ്റുമെന്നതിൻ്റെ തെളിവാണ് ഈ വിജയം. ഈ സ്ഥാനാർത്ഥി ആദ്യ ഘട്ടത്തിൽ VS ജോയ് സജീവമായിട്ടുണ്ടായിരുന്നു. പിന്നീട് വേറെ തീരുമാനത്തിലേക്ക് വന്നു. ഏതെങ്കിലും തരത്തിലുള്ളൊരു മനപ്രയാസം ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നു? ഒരിക്കലുമില്ല. കാരണം UDFൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ പരിഗണിച്ചാലും പരിഗണിച്ചിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പാർട്ടി എനിക്ക് ഇതുവരെ നൽകിയിട്ടുള്ള അംഗീകാരങ്ങളിലൊക്കെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. പാർട്ടി ഇതുവരെ നല്ല ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് അംഗീകാരങ്ങൾ നൽകിയിട്ടുണ്ട്. നിലമ്പൂർ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമായതുകൊണ്ട് സ്ഥാനാർത്ഥിത്വം എന്നത് സാങ്കേതികത്വം മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ആര് സ്ഥാനാർത്ഥിയായാലും ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുത്ത് UDFനെ ജയിപ്പിക്കുക. DCC പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിയുടെ പ്രചരണത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പാർട്ടി പറഞ്ഞു. അത് പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുത്തു. വിജയിപ്പിക്കാൻ കഴിഞ്ഞതിൽ പൂർണ്ണ ആത്മസംതൃപ്തിയാണുള്ളത്. ഇപ്പോൾ VCയുടെ പേര് പാർട്ടി തലത്തിൽ മാത്രമല്ല PV ഒക്കെ ഉന്നയിക്കുകയൊക്കെ വലിയ ചർച്ചയൊക്കെ ചെയ്തു. ഏതെങ്കിലും തരത്തിലുള്ള ഓഫറുകൾ അല്ലെങ്കിൽ ഇനി പരിഗണിക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പാർട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും പാർട്ടി വേദികളിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന പല തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അങ്ങനെ പലതും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്നും കഴമ്പില്ല, പലതും പ്രചരണങ്ങൾ മാത്രമാണ്. പക്ഷേ എന്തായാലും ആരോഗ്യകരമായ ചർച്ച നടത്തി കാര്യങ്ങളൊക്കെ പാർട്ടി ബോധ്യപ്പെടുത്തിയതിന് ശേഷം തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. PV അൻവർ 22,000 വോട്ട് പിടിച്ചാൽ വഴിക്കടവിലടക്കം UDFന് ശക്തമായ വോട്ടുകൾ പോയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
അല്ല, വഴിക്കടവിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വോട്ട്, ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച ഭൂരിപക്ഷം, ഞങ്ങളെ സംബന്ധിച്ച് ഈ അധികാരത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് മന്ത്രിമാർ വീട് കയറി പല ഓഫറുകൾ നൽകി. അഡ്മിഷൻ കാലാണ്, പല കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാമെന്ന് പറയുന്നു, ജോലി ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അധികാരത്തിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് CPM പ്രചരണം നടത്തിയത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ CPM മാത്രമല്ല, PV അൻവർ 20,000 വോട്ട് പിടിച്ചതിൽ ഏറ്റവും കൂടുതൽ വോട്ട് പിടിച്ച വഴിക്കടവിനാണ്. വഴിക്കടവ് UDF-ന്റെ ഒരു അടിത്തറയാണ്. UDF ഒരു 3,000 വോട്ടെങ്കിലും ഭൂരിപക്ഷം പ്രതീക്ഷിച്ച സ്ഥലമാണ്. അപ്പോൾ അവിടെയെങ്കിലും ഒരു അടിയുണ്ടാക്കാൻ PV അൻവറിന് കഴിഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് തന്നെ, എല്ലാ സംവിധാനവും ഉപയോഗിച്ചിട്ടും ഞങ്ങൾക്ക് വഴിക്കടവിൽ അത്രയും ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിസ്സാരമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ PV അൻവർ ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഇടത് സ്വതന്ത്ര MLA എന്ന നിലയിൽ കൂടുതൽ വോട്ട് പിടിച്ചത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ്. പക്ഷേ താരതമ്യേന ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ചില അനുഭാവ വോട്ടുകളൊക്കെ പ്രതീക്ഷിക്കാതെ പോയിട്ടുണ്ടാവും. പക്ഷേ ഇടതുപക്ഷ വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത്. ബഹുഭൂരിപക്ഷ വോട്ടുകളും ഇടതുപക്ഷ വോട്ടുകളാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിലെ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലമ്പൂർ നഗരസഭയിലടക്കമുള്ള ഇതുണ്ട്. ഈ PV അൻവറിന്റെ കൂടെ കൂട്ടണമെന്നൊരു അഭിപ്രായം ഉണ്ടോ? അല്ലാതെ UDF-ന്റെ സംസ്ഥാന നേതൃത്വം, ഞങ്ങൾ നിലമ്പൂരിലെ ആളുകൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. UDF-ന്റെ സംസ്ഥാന നേതൃത്വം സംസാരിച്ച് ഉചിതമായൊരു തീരുമാനമെടുക്കും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ മുനിസിപ്പാലിറ്റിയൊക്കെ പോയത് തിരിച്ചു പിടിക്കാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായും ഞങ്ങൾക്ക് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും, ഇപ്പോൾ കരുളായി ആണ് ഇടതുപക്ഷം ലീഡ് ചെയ്ത ഒരേ ഒരു മണ്ഡലം. ആ കരുളായി പഞ്ചായത്ത് ഇപ്പോൾ ഭരിക്കുന്ന UDF ആണ്. ഞങ്ങളെ സംബന്ധിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ജയിക്കാനും ഭരിക്കാനും കഴിയുന്ന അനുകൂലമായ അന്തരീക്ഷമുണ്ട്. അത് പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇനിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. നിലമ്പൂരിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സ്ഥാപനങ്ങളിലും വെന്നിക്കൊടി പാറിക്കുക, 2026 ഈ മണ്ഡലം നിലനിർത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത അജണ്ട. തീർച്ചയായും ഈ ഒരു വലിയൊരു വിജയത്തിൻ്റെ അതിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണമായ വിജയം നേടി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് DCC പ്രസിഡന്റ് VS ജോയി. ഷാനു നെട്ടിക്കുളത്തിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, നിലമ്പൂർ.